അടിപൊളിയായിരുന്നു. എന്റെ കരാട്ടെ സാർ 10 ഇഷ്ടികയാ ഒറ്റയടിക്ക് പൊട്ടിച്ചത്. ഓ, അതിപ്പോ വലിയ കാര്യൊന്നല്ല. എന്റെ കരാട്ടെ സാറിന്റെ പേര് കേട്ടാ തന്നെ നീ ഞെട്ടും. ശശി. ഒരു ശശി? എന്ത് പേരാടാ ഇത്? ഒരു കരാട്ടെ മാസ്റ്ററിന് ചേരുന്ന പേരാണോ ഇത്? എന്റെ സാറിന്റെ പേര് കേട്ടാ നീ ഞെട്ടും. കരാട്ടെ മോഹൻ. അത്ര ഞെട്ടാലൊന്നും ഇല്ല. എന്റെ സാറിന്റെ ശരിക്കുള്ള പേര് ബ്ലാക്ക് ബെൽറ്റ് ശശി എന്നാ. BB ശശി എന്നാ ചുരുക്കപ്പേര്. ഒറ്റയടിക്ക് 150 ഇഷ്ടിക പൊട്ടിച്ച ആളാ. ഈശ്വരാ, 150 ഇഷ്ടിക അടിക്കോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആളെ ഒന്ന് കാണാൻ പറ്റുമോ? ആ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. എന്തു പറ്റി? ഈ ആഴ്ച പുള്ളി വല്ല വേൾഡ് ടൂറിനും പോയതാണോ? ഏയ്, അതൊന്നുമല്ല. ഇന്നലെ രാവിലെ കിണറ്റീന്ന് വെള്ളം കോരുമ്പോ തലയിൽ ഒരു മച്ചിങ്ങ വീണിട്ട് ഹോസ്പിറ്റലിലാ. അടുത്ത ആഴ്ചയെ ഡിസ്ചാർജ് ആവും. ഇതാണോ നീ പറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് ശശി? ഒരു മച്ചിങ്ങ വീഴുമ്പോഴേക്കും ഹോസ്പിറ്റലിലായോ? അതൊക്കെ എന്റെ സാർ കരാട്ടെ മോഹൻ. എന്താ പേര്? ആ പേരിന് കൊടുക്കണം 100-ൽ 100. എടാ ചിഞ്ചു, ഒരാളുടെ ശക്തി അയാളുടെ പേരിലല്ല. ഉദാഹരണത്തിന് ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടാവും, അതേസമയം ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവുമോ? ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു? എന്റെ ഗുരു ഞാൻ തന്നെയാണ്, പണ്ഡിറ്റ് ടിൻഡു. ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇനിയും ലേറ്റ് ആയാ പണി കിട്ടും. എന്നാ ഞാൻ പോട്ടെ. എന്താടാ ട്യൂഷൻ കഴിഞ്ഞു വരാൻ ഇത്ര ലേറ്റ് ആയത്? വരുന്ന വഴിക്ക് ഞാൻ ചിഞ്ചുവിനെ കണ്ടു. അവന് കുറച്ച് അക്കാദമിക് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു കൊടുത്തതാ. അതാ ലേറ്റ് ആയത്. വെരി ഗുഡ്. ആട്ടെ, ഇന്നെന്താ നീ ട്യൂഷൻ പഠിച്ചത്? ഇന്ന് പഠിച്ചത് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താലേ നമുക്ക് വല്ലതും കിട്ടൂ എന്ന് പഠിപ്പിച്ചു. വെരി ഗുഡ്. നല്ല മനുഷ്യരായാൽ ഇതുപോലെ മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നവർക്ക് തീർച്ചയായും അതിന്റെ ഫലം കിട്ടുകയും ചെയ്യും. ഗിവ് ആൻഡ് ടേക്ക്, അതാവണം പോളിസി. അതെനിക്കറിയാം അച്ഛാ. ഞാൻ അങ്ങനെ കൊടുത്തിട്ട് എനിക്കും പലതും കിട്ടിയിട്ടുണ്ട്. ആട്ടെ, നിനക്കെന്താ അങ്ങനെ കൊടുത്തിട്ട് കിട്ടിയത്? എനിക്ക് സ്കെച്ച് പെന്ന് കിട്ടി. സ്കെച്ച് പെന്നോ? അതെ അച്ഛാ, ഞാനാ ദീപുവിനോട് മര്യാദയ്ക്ക് അവന്റെ കയ്യിലുള്ള സ്കെച്ച് പെന്നൊന്ന് തരുമോന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തന്നില്ല. അപ്പൊ എനിക്ക് ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഓർമ്മ വന്നു. കൊടുക്കുക, വാങ്ങുക. ഗുഡ് ബോയ്. അപ്പൊ ഞാൻ അവന്റെ മോന്തക്കിട്ട് ഒന്ന് കൊടുത്തു. ദേ കിടക്കുന്നു അവൻ താഴെ. അപ്പൊ ഞാൻ അവന്റെ പോക്കറ്റിൽ കൈയിട്ട സ്കെച്ച് പെന്നെടുത്തു. ഗീവ് ആൻഡ് ടേക്ക് പോളിസി.